ഹലോ. അപ്പം ഒത്തിരി നാളായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ തമിഴ്നാട്ടിലുള്ള നാഗപട്ടണം ജില്ലയിലെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള വേളാങ്കണ്ണിയിൽ. ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വേളാങ്കണ്ണിയിലേക്കാണ്. അപ്പം രാവിലെ ഒരു 7 മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടതാണ്. ഇവർ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. ഒരു 540 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് പോകാനുള്ളത്. പാലക്കാട് ഡിണ്ടിഗൽ വഴിയാണ് നമ്മൾ പോകുന്നത്. NH 544 വഴി നമ്മൾ പാലക്കാട് കടന്ന് തമിഴ്നാടിൻ്റെ അതിർത്തിയിലേക്ക് കിടക്കുവാണ്. കേരളത്തിൻ്റെ പച്ചപ്പിൽ നിന്ന് തമിഴ്നാടിൻ്റെ ഒരു തനതായ ഗ്രാമീണ ഭംഗി, തെങ്ങൻതോപ്പും മലനിരകളും കാറ്റാടി പാടങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള കാഴ്ചകളാണ്. നല്ല വെയിലായതുകൊണ്ട് നമ്മൾ വഴിയരികുന്ന കരിക്കും ജ്യൂസും വെള്ളവും പേരയ്ക്കൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. പിള്ളേരെയും കൊണ്ടാകുമ്പോൾ നമുക്കങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ പോകാനും പറ്റത്തില്ലല്ലോ. ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ട്രിച്ചി എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ലഞ്ച് കഴിച്ചു. അങ്ങനെ വലിയൊരു മെച്ചെന്ന് പറയാനില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കഴിച്ചു. ഒരു 5 മണി 5:15 നമ്മൾ വേളാങ്കണ്ണി എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് ബിജൂസ് ഹോം സ്റ്റേയിലാണ്. പള്ളിയുടെ തൊട്ടടുത്തുള്ളൊരു ഹോം സ്റ്റേ ആണ്. മൊത്തം 3 റൂംസാണുള്ളത്. 2 AC-യും ഒരു നോൺ AC ആണുള്ളത്. പിന്നെ നമുക്ക് പ്ലസ് കിച്ചണുണ്ട്, യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ കേരള ഫുഡ് തന്നെയാണ് കിട്ടുന്നത്. റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒരു ഓട്ടോ എടുത്ത് നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവുകയാണ് ചെയ്തത്. വൈകുന്നേരം ആയതുകൊണ്ടാണ് നടത്തില്ല, പള്ളി കാണാൻ വേണ്ടി പ്രത്യേക ഒരു ഭംഗി തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. നല്ല റഷായിരുന്നു അവിടെ. ജൂലൈ 15-ാം തീയതി തന്നെ നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തിക്കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. ജൂലൈ 15-ന് കത്തോലിക്ക സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളിലൊന്നായ കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്. ഈ സമയത്ത് ബോംബെ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഒത്തിരി ഒരു കൂട്ടം ആൾക്കാർ വേളാങ്കണ്ണിയിൽ എത്താറുണ്ട്. നമ്മുടെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഉത്തരേന്ത്യൻ സ്റ്റൈലിലാണ് സാരികളും കുർത്തായൊക്കെ അണിഞ്ഞിട്ടാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള തിരുനാൾ 16-ാം തീയതി ആണെങ്കിലും ഇവിടെ 15-ാം തീയതിയാണ് പ്രദക്ഷിണവും ബാക്കി പരിപാടികളൊക്കെ ആഘോഷമായിട്ടുള്ള കാര്യങ്ങളും പ്രാർത്ഥനകളൊക്കെ നടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ റെഡിയായി 9 മണിക്ക് നമുക്ക് മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ കുർബാനയുണ്ട്. ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരൊറ്റ തൂണ് പോലും ഇല്ല. ഏത് സൈഡിൽ നിന്ന് കയറുന്ന ആൾക്കാർക്കും ഒരു തടസ്സവും ഇല്ലാതെ ആൾക്കാരെ കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. ഈ ഒരു പേര് വരാൻ കാരണം ബൈബിളിൽ മാതാവിനെ വിശേഷിപ്പിക്കുന്നത് മോർണിംഗ് സ്റ്റാർ എന്നാണ്. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഏകദേശം ഒരു 15,000 ആൾക്കാർക്ക് ഇരുന്ന് കുർബാന കൂടാൻ പറ്റുന്ന ഒരു പള്ളി കൂടിയാണ് ഇത്. 2013-ലാണ് മെയിൻ പള്ളിയിലെ തിരക്ക് കൂടിയപ്പം വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് പുതിയൊരെണ്ണം തുറന്നു കൊടുത്തത്. അങ്ങനെ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മാതാക്കുളത്തിൻ്റെ അടുത്തേക്കാണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ അത്ഭുതം നടന്നത് ഇവിടെ വെച്ചാണ്. മെയിൻ പള്ളിയിൽ നിന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട മാതാക്കുളത്തിലേക്കുള്ളൊരു ദൂരം 1 കിലോമീറ്റർ ദൂരമാണ്. നല്ല ചുട്ടുകൊള്ളുന്ന വെയിലിലും മുട്ടിലഴിഞ്ഞ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നതിലുള്ള നന്ദി സൂചകമായിട്ടും രോഗശാന്തിക്കൊക്കെ വേണ്ടിയിട്ട് വിശ്വാസികൾ ചെയ്യുന്ന വലിയൊരു സമർപ്പണമാണിത്. അപ്പോൾ ഈ 1 കിലോമീറ്ററോളം ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഇവിടം വരെ എത്തിച്ചേരുന്നത്. ഈ മാറാരോഗങ്ങൾ മാറുക, കുടുംബത്തിലെ തടസ്സങ്ങൾ, പിന്നെ കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടാകുന്ന അങ്ങനത്തെ വലിയ വലിയ പ്രാർത്ഥനകളൊക്കെ സാധിക്കുന്ന സമയത്താണ് ഇതുപോലത്തെ വഴിപാടുകളൊക്കെ ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാളിൽ കയറി നമ്മൾ മാതാവിനെ മേടിച്ച് നേരെ വെള്ളം കുടിക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഇവരൊക്കെ മടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. വേളാങ്കണ്ണിയിലെത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് നല്ല ഭക്ഷണം കിട്ടുക, വെള്ളം കിട്ടുക എന്നുള്ള കാര്യമാണ്. പക്ഷേ തറവാടെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡാണ്. നമ്മുടെ മലയാളീസിൻ്റെ തന്നെ ഒരു ഹോട്ടലാണ്, സ്ഥലമാണ് തറവാട്. അപ്പോൾ ഇനി വേളാങ്കണ്ണി വരുന്നവരും വരാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പോകാൻ പറ്റിയൊരു നല്ല ഹോട്ടലാണ് കേട്ടോ. രാത്രിയായപ്പോൾ നമ്മൾ വേളാങ്കണ്ണി ബീച്ചിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു തണുത്ത കാറ്റും ബീച്ചിൻ്റെ ഒരു വൈബും, ഭയങ്കര റഷായിരുന്നു. എന്നാലും നല്ലൊരു രസമുണ്ടായിരുന്നു. ഇങ്ങനെ വഴിയരികിൽ മൊത്തം സ്റ്റാളുകളും നിറച്ച ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെയാണ്.
എവിടെ നോക്കിയാലും ഒത്തിരി ഫിഷിൻ്റെ സ്റ്റാളുകളുണ്ട്. മസാല തേച്ചതും മസാല തേക്കാത്തത് ഫ്രഷായിട്ട് നമുക്ക് പറയുമ്പോൾ പൊരിച്ചു തരും. കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്, പക്ഷേ തിന്നാൻ തോന്നിയില്ല. ഇങ്ങനെ ഓപ്പണായിട്ട് തുറന്നു വെച്ച് പൊടിയും കാറ്റും ഈച്ചയൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്കങ്ങനെ പിടിക്കണമെന്നില്ല കാണുമ്പോഴേ കഴിക്കാൻ. അപ്പോൾ നല്ലതാണെങ്കിൽ കഴിക്കാമെന്നൊക്കെ ഓർത്താണ് പോയത്. പക്ഷേ മനസ്സിൽ പിടിക്കാത്തതുകൊണ്ട് പിന്നെ കഴിക്കാൻ നിന്നില്ല. ഒത്തിരി കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് കഴിച്ചില്ലെന്ന് മാത്രം. പിന്നെ നമ്മൾ ബീച്ചിൻ്റെ അവിടെ പോയി കുറേ നേരം ഇരുന്ന് വർത്താനം പറയുകയും നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് അവിടെ കുറേ സമയം ഇങ്ങനെ ഇരുന്നു. തൊമ്മൂനൂസിനും വരാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇങ്ങനെ വേറെ ആൾക്കാരൊക്കെ കളിക്കുന്നത് കണ്ടപ്പം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അങ്ങനെയൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് സൂത്രം പറഞ്ഞൊക്കെയാണ് കൊണ്ടുവന്നത്. ഇനി നാളെ മോർണിംഗ് നമ്മൾ തിരിച്ച് കൊച്ചിക്ക് പോകും. അപ്പോൾ തൊമ്മൂൻ്റെ സുൻ്റെ വക കുറച്ച് ഷോപ്പിംഗ് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ എവിടെ പോയാലും മസ്റ്റാണ്. ഇനി നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിൽ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മളൊരു ഹോം സ്റ്റേ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു വിചാരിച്ചത്ര ഒരു കംഫർട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു ഹോട്ടലിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ക്യാൻസൽ ചെയ്തിട്ട് ക്യൂൻസിൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. യാത്രകളെപ്പോഴും അങ്ങനെയാണ്, നമ്മൾ വിചാരിക്കാത്ത പല ടെസ്റ്റുകളും ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വേളാങ്കണ്ണിയിൽ വരുന്നത്. അപ്പം ജൂലൈ 15 തീയതി തന്നെ ആയതുകൊണ്ട് നമുക്ക് മാർവാടി ഫെസ്റ്റിവൽ കാണാനും ശരിക്കും മനസ്സ് നിറഞ്ഞൊരു സമാധാനമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭാഷകൾക്കും സംസ്കാരങ്ങൾക്കൊക്കെ അപ്പുറമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ അനുഭവം നമുക്ക് എപ്പോഴും സ്പെഷ്യലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ യാത്രയും. അപ്പോൾ നിങ്ങളും കൊച്ചിയിൽ നിന്ന് റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു ബെസ്റ്റ് റൂട്ടാണിത്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ വേളാങ്കണ്ണി യാത്രയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.